അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഇലക്ട്രിക് കാർ പുറത്തു കൊണ്ട് DC ഫാസ്റ്റ് ചാർജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ 2-3 മിക്സ് നിങ്ങൾ ഇലക്ട്രിക് കാർ പുറത്തു കൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറെ പൊട്ടത്തരങ്ങളുണ്ട്. അത് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി എല്ലാവരുടെ ഒരു പേര് ഞാൻ പറയട്ടെ. ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓൺ ആക്കാൻ പാടില്ലത്രേ. വെറുതെ ആദ്യം ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തൊരു വണ്ടി കൊണ്ട് ഇപ്പം നേരെ വണ്ടി അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഓക്കെ. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം എന്റെ വണ്ടി ഇട്ടേക്കുന്നുണ്ടോ, ഇവിടെ ഒരു കാർ കിടക്കുന്നു, ഇവിടെ കാർ കിടക്കുന്നു. ഇപ്പൊ 2 കാർ അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് സ്റ്റേഷനാണിത്. അതിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യുക. ഇത് 90 കിലോവാട്ടിന്റെ ചാർജറാണ്. സോ നമ്മുടെ ഗൺ എടുക്കുന്നു, ഇവിടെ കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ലോട്ടിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്യുക. ഞാനിപ്പം ചെങ്ങന്നൂരുള്ള ചാർജ് മോഡിന്റെ 90 കിലോവാട്ടിന്റെ ചാർജിങ് സ്റ്റേഷനിലാണ്. ഇപ്പൊ എനിക്ക് ഒന്ന് വണ്ടി കൊണ്ട് ചാർജ് ചെയ്തിട്ട് അരമണിക്കൂറോളമായി. 50% കൊണ്ടിട്ടതാണ്, അറൗണ്ട് 82%. അല്ല, 95% ആയി. 37 മിനിറ്റ് കൊണ്ട്. നോക്ക്, ഈ ചാർജ് കൊണ്ട് 95% കൊണ്ട് എനിക്ക് 400 കിലോമീറ്റർ പ്ലസ് ഈ ഹാരിയർ ലീവിൽ ഓടാം. ഇപ്പൊ ഞാൻ ഇതിന്റെ ഓണറിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നേ. അപ്പോൾ ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനാണിത്. അപ്പോൾ ഞാൻ ഒരെണ്ണം തുടങ്ങുന്നതിനെ പറ്റി ഇങ്ങനെ ചോദിച്ച സമയത്ത് ഇവിടെ പറഞ്ഞു, ഇപ്പം പണ്ടത്തെ പോലല്ല, ചാർജ് മോഡിൻ്റെ ചാർജറിന് വില നല്ലപോലെ കുറച്ചിട്ടുണ്ട്. അതായത് 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 30 കിലോവാട്ടിൻ്റെ ചാർജർ വെക്കാം. ഇതിപ്പോൾ ചാർജ് മോഡിൻ്റെ 90 കിലോവാട്ടിൻ്റെ ചാർജറാണ്. 2 വണ്ടി അറ്റ് എ ടൈം ചാർജ് ചെയ്താൽ പോലും 1 മണിക്കൂർ കൊണ്ട് ഒരു വണ്ടി 20% 85% ഉറപ്പായിട്ടും ആവും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 500 കിലോമീറ്റർ ഒക്കെ റേഞ്ച് പറയുന്ന ഹാരിയർ EV പോലത്തെ വണ്ടിയൊക്കെ ചാർജ് ചെയ്ത് 20 മിനിറ്റ് ടോപ്പ് ചെയ്ത് പോയാൽ ഒരു ദിവസം എത്ര വണ്ടി കയറും. അതായത് ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ ബെസ്റ്റ് സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. EV വണ്ടികൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ചാർജിങ് സ്റ്റേഷൻ ചാടി കയറി തുടങ്ങണ്ട. പകരം ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലോട്ട് കണക്റ്റിംഗ് റോഡുകൾ ഉണ്ടെങ്കിൽ അവിടെ ബെസ്റ്റാ. ഇനി അതിന്റെ ഏരിയയിൽ അടുത്ത് വല്ല ഷോപ്പിംഗ് കോംപ്ലക്സോ, ഈ പറഞ്ഞ മാക്സ്, ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ അടുത്ത് മാക്സാ, അതുപോലെ എന്തെങ്കിലും ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ ബെസ്റ്റാ. നല്ലൊരു കിടിലൻ റെസ്റ്റോറന്റ് ഉണ്ടോ, ബെസ്റ്റാ. അല്ല, ഇതൊക്കെ ഞാൻ എൻ്റെ റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ചാർജ് മോഡിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും ഒരു ബിസിനസ് ഐഡിയ ചാർജിങ് റിലേറ്റഡ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫ്യൂച്ചർ ഇലക്ട്രിക് ആണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ചറ പറ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങുകയാണ്. സോ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ